എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായി വയ്ക്കേണ്ട ഒരു ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം വീട്ടിൽ ഇവിടെ പറയുന്ന പോലെ വയ്ക്കുകയും നിത്യവും ഈ പറയുന്ന വന്ദനാ ശ്ലോകം നിത്യവും ജപിച്ച് പൂക്കളോ പൂമാലയോ അർപ്പിച്ച് അല്പനേരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നാൽ ആ വീട്ടില് എന്നും സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യവും സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാകും. അതിന് യാതൊരുവിധ തടസ്സവും നിങ്ങൾക്ക് ഉണ്ടാകില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൂർണ്ണമായും വിശ്വാസത്തോടെ ഇത് ചെയ്യുക. ഫലസിദ്ധി സുനിശ്ചിതമാണ്. വീട്ടിൽ നാം അത്യാവശ്യമായി വയ്ക്കേണ്ട ആ ചിത്രത്തെക്കുറിച്ച് അറിയണ്ടേ? വേറൊന്നുമല്ല, ശിവകുടുംബ ചിത്രം. ഈ ചിത്രം വീട്ടിൽ വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയും ഗുണങ്ങളെയും വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാലേ ഈ ചിത്രം വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പ്രകാരം ഏറ്റവും ഉത്തമമായ കുടുംബമായാണ് നാം ശിവകുടുംബത്തെ കണക്കാക്കുന്നത്. ശ്രീ മഹാദേവൻ, ശ്രീ പാർവതി ദേവി, ശ്രീ ഗണപതി ഭഗവാൻ, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എന്നിവരടങ്ങുന്ന ഈ കുടുംബം പ്രപഞ്ചത്തിൻ്റെ തന്നെ ആധാരശക്തിയായി വിശ്വസിക്കപ്പെടുന്നു. ഈ ശിവകുടുംബ ചിത്രം വീട്ടിൽ വയ്ക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയേണ്ടതെന്ന് വെച്ചാൽ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ നല്ല ഐക്യം ഉണ്ടെങ്കിലേ ആ വീട്ടിൽ പുരോഗതി ഉണ്ടാകൂ, അതായത് ഉന്നതി ഉണ്ടാകൂ. ഇത് എല്ലാവരും പ്രാധാന്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ ആ വീട്ടിൽ ഒരു ഉന്നതിയും ഉണ്ടാകില്ല. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെയും അടിസ്ഥാനം. നമ്മുടെ രാജ്യം ഒരു കുടുംബമായി കരുതണം. ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ കുടുംബാംഗങ്ങളാണ്. നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിച്ചാലേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂ. ഈ കാര്യം എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവണം. ശിവകുടുംബ ചിത്രത്തിലെ ഓരോ അംഗത്തിൻ്റെയും വാഹനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ആ വാഹനങ്ങൾ പരസ്പരം ശത്രുതയുള്ളവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാദേവ വാഹനമായ കാള, ആഭരണമായി ധരിച്ചിരിക്കുന്ന പാമ്പ്, പാർവതി ദേവിയുടെ വാഹനമായ സിംഹം, ഗണപതിയുടെ വാഹനമായ എലി, സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമായ മയില് എന്നിവ പ്രകൃതിയ ശത്രുക്കളാണെങ്കിലും ശിവപാർവതി സന്നിധിയിൽ അവർ സമാധാനത്തോടെ കഴിയുന്നു. ഇവിടെ ഇത് പറയാൻ കാരണം, നമ്മുടെ ഭാരത ജ്യോതിഷ പ്രകാരം നമ്മൾ പല നക്ഷത്രങ്ങളിൽ ജനിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ പല അംഗങ്ങൾക്കും പല നക്ഷത്രങ്ങൾ വരാം. ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ബിന്ദു മിത്ര ശത്രുഭാവങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങൾക്ക് ശത്രുവായും ബിന്ദുവായും മിത്രമായി വരും. അങ്ങനെ ശത്രുവായി വരുന്ന നക്ഷത്രങ്ങൾ ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ തമ്മിൽ കലഹം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ശിവകുടുംബ ചിത്രം വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യവും ബഹുമാനവും സ്നേഹവും സമാധാനവും എന്നും ഉണ്ടാകും. ഇത് സുനിശ്ചിതമായ കാര്യമാണ്. ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. ശിവകുടുംബ ചിത്രം വച്ചാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഫലം എന്തെന്നാൽ, നമ്മുടെ ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും നീങ്ങുന്നതിനും സമ്പൽ സമൃദ്ധിക്കും ഏറ്റവും ഉത്തമമാണ് ശിവകുടുംബ ചിത്രം. വിഘ്നേശ്വരനായ ശ്രീ ഗണപതി ഭഗവാന്റെയും ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യ സ്വാമിയുടെയും മാതാപിതാക്കൾക്കൊപ്പം ഇരിക്കുന്ന ഈ ചിത്രം നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നു. ഇതിലൂടെ നമുക്ക് ബിസിനസ് വിജയം, തൊഴിൽ ഉന്നതി, അതായത് തൊഴിൽ നമുക്ക് വളരെയധികം പുരോഗതി, പ്രൊമോഷനൊക്കെ വളരെ വേഗം നമുക്ക് ലഭിക്കും. പഠനം വളരെ മികച്ചതാകും. നല്ല വിജയത്തോടെ മാർക്കോടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ നല്ല മാർക്കോടെ നമുക്ക് വിജയിച്ച് തൊഴിൽ നമുക്ക് ലഭിക്കാൻ
വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന തടസ്സവും നീങ്ങാനും വളരെയധികം സഹായിക്കും ഈ ചിത്രം. സമ്പൽ സമൃദ്ധി ഉണ്ടാകും ഇതിലൂടെ. അപ്പോൾ ഗൃഹത്തിലെ വാസ്തുദോഷങ്ങൾ പരിഹരിക്കാനും ശിവകുടുംബ ചിത്രം ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ചിത്രം വയ്ക്കാനുള്ള മൂന്നാമത്തെ ഫലം എന്തെന്നാൽ മാനസിക സമാധാനവും സംരക്ഷണവും നമുക്ക് ലഭിക്കും. ശ്രീ മഹാദേവൻ നാം അറിയപ്പെടുന്നത് സംഹാരമൂർത്തിയായിട്ടാണ്. പക്ഷേ ഇവിടെ ചിത്രത്തിൽ കുടുംബസമേതനായി ശാന്തസ്വരൂപനായിരിക്കുന്ന ഭഗവാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചിത്രം കാണുന്നത് തന്നെ നമുക്ക് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഈ ചിത്രം അനാവശ്യ ഭയങ്ങൾ, ആദികൾ, ടെൻഷൻ എന്നിവ കുറയ്ക്കും. വീട്ടിലേക്ക് പുറത്തു നിന്നുള്ള നെഗറ്റീവ് ഊർജത്തെ പ്രവേശിക്കാതെ ഒരു രക്ഷാ കവചമായി ശ്രീ കുടുംബചിത്രം നമ്മളെ വളരെയധികം സഹായിക്കുന്നു. ശിവകുടുംബചിത്രം വച്ചാലുള്ള നാലാമത്തെ ഫലം എന്തെന്നാൽ സന്താന ഭാഗ്യവും കുട്ടികളുടെ ഉന്നമനവും നമുക്കുണ്ടാകും. ആദർശ ദമ്പതികളായ ശിവപാർവതിമാരുടെ അനുഗ്രഹം കുട്ടികളുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നു. കുട്ടികൾക്ക് വിദ്യയിൽ ഉന്നമനവും സ്വഭാവശുദ്ധിയും ഉണ്ടാകാൻ ശ്രീ ഗണപതി ഭഗവാന്റെയും ശ്രീ മുരുകസ്വാമിയുടെയും സാന്നിധ്യം വളരെയധികം സഹായിക്കുന്നു. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശിവകുടുംബത്തെ ഭജിക്കുന്നത് ഉത്തമമാണ്. ഇത് ചില ആൾക്കാർക്ക് ഇതിലൂടെ പ്രാർത്ഥനയിലൂടെ നല്ല സന്താന ലഭിക്കുകയുണ്ടായി. അത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അഞ്ചാമത്തെ ഫലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയമായ ചൈതന്യം വർദ്ധിക്കും. വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല, അതായത് ഈശാനകോൺ, ഇവിടെയാണ് ശിവകുടുംബ ചിത്രം വച്ച് നിത്യവും പ്രാർത്ഥിക്കാൻ ഉത്തമമായ സ്ഥലം. ഇവിടെ ഇങ്ങനെ ഈശാനകോണിൽ വച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ആത്മീയമായ ശക്തി ഉണർന്നു പ്രവർത്തിക്കും. വടക്ക് കിഴക്കേ മൂലയിൽ വച്ച് പ്രാർത്ഥിക്കാൻ സൗകര്യമുണ്ടാവുമെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ വയ്ക്കുക. നിത്യവും പുഷ്പമോ മാലയോ ചാർത്തി അല്പസമയം ഇനി പറയാൻ പോകുന്ന വന്ദനാശ്ലോകം ജപിക്കണം. എല്ലാവരും ഒരുമിച്ച് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമം. അല്ലെങ്കിലും ഗൃഹനാഥനോ ആരായാലും നിത്യവും ജപിക്കുക. ഇപ്പോൾ പൂജാമുറി വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുന്നിലും ഈ ചിത്രം വയ്ക്കുകയാണെങ്കിൽ വളരെയധികം ഐശ്വര്യം ആ വീടിനുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എവിടെയൊക്കെ വെച്ചാലും ശരി, അവിടെ പൂമാല ചാർത്തി നിത്യവും നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പറയാൻ പോകുന്ന വന്ദനാശ്ലോകം നിത്യവും മുടങ്ങാതെ നിങ്ങളെല്ലാവരും ചേർന്ന് ജപിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പൽസമൃദ്ധിയും കുടുംബാംഗങ്ങളിൽ ഐക്യവും ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ പറയുന്ന വന്ദനാശ്ലോകം നിത്യവും വിളക്ക് തെളിയിച്ച് ജപിക്കുക തന്നെ വേണം. വന്ദേ ഗുഹ ഉമാം ശംഭും വിഘ്നരാജം ച സത്വരം പ്രസാദയേന്ദിം വദതം ഭക്താനാം അഭയപ്രദം. ഇനി നമുക്ക് ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. സുബ്രഹ്മണ്യനെയും ശ്രീ പാർവതി ദേവിയെയും മഹാദേവനെയും വിഘ്നേശ്വരനെയും ഞാൻ വന്ദിക്കുന്നു. ഭക്തർക്ക് എപ്പോഴും അഭയം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന ഈ പുണ്യ കുടുംബം നമ്മെ എപ്പോഴും തുണയ്ക്കട്ടെ. ഇതാണ് ഈ വന്ദനാശ്ലോകത്തിന്റെ അർത്ഥം. ഒരു വീടിനെ ക്ഷേത്രം പോലെ പരിശുദ്ധമായി നിലനിർത്താനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും നമുക്ക് സമ്പൽ സമൃദ്ധിക്കും ശിവകുടുംബ വന്ദനാ ശ്ലോകം അവരുടെ സാന്നിധ്യവും അത്യന്താപേക്ഷിതമാണ് എന്ന് നാം അറിയണം. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.